ഹായ് ഡിയേഴ്സ്, കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ FIUG BComന് പഠിക്കേണ്ട കോർപ്പറേറ്റ് അക്കൗണ്ടിങ് തേർഡ് സെമസ്റ്ററിലെ കോർപ്പറേറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന സബ്ജക്റ്റിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് 6 മാർക്കിന് വരാൻ വേണ്ടി പോകുന്ന പ്രോബ്ലം ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ഓരോ ചാപ്റ്റേഴ്സായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിക്കേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമതായിട്ട് ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പ്രീമിയം, അതുമായി ബന്ധപ്പെട്ട ജേണൽ എൻട്രി ആണ്. നിർബന്ധമായിട്ട് നിങ്ങൾ ഓർത്ത് വെക്കണം. ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ജേണൽ എൻട്രി എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പ്രീമിയമായിട്ട് ബന്ധപ്പെടുന്ന ആ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത് പ്രീമിയത്തിലാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെടുന്ന ജേണൽ എൻട്രി കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാം, പ്രീമിയമായിട്ട് ബന്ധപ്പെടുന്ന ജേണൽ എൻട്രി ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നീട് പറയുന്നത് ഇഷ്യൂ ഓഫ് ഷെയർസ് കോൾസ് ഇൻ അരിയേഴ്സ് ആൻഡ് കോൾസ് ഇൻ അഡ്വാൻസ് ആണ്. ഇഷ്യൂ ഓഫ് ഷെയർസ് എന്ന് പറയുന്ന ഭാഗത്തിൽ കോൾസ് ഇൻ അരിയേഴ്സും അതുപോലെ തന്നെ കോൾസ് ഇൻ അഡ്വാൻസും വരുന്ന ജേണൽ എൻട്രീസ് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിട്ട് ജേണൽ എൻട്രി എഴുതാൻ വേണ്ടി പറയാം. ദെൻ പിന്നീട് പറയുന്നത് ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ഫോർ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ്. അടുത്തൊരു ചാപ്റ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അതിൽ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രീമിയത്തിലെയും ഡിസ്കൗണ്ടിലെയും ജേണൽ എൻട്രീസ് കൃത്യമായിട്ടൊന്ന് ഓർത്ത് വെക്കുക. പിന്നീട് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസുമായി ബന്ധപ്പെട്ട ജേണൽ എൻട്രീസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് പ്രോബ്ലം ആയിട്ട് ചോദിച്ചേക്കാം റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ്. പിന്നീട് റിഡംഷൻ ഓഫ് പാർട്ട്ലി പെയ്ഡപ്പ് ഷെയർസ് ആണ്. പ്രിഫറൻസ് ഷെയർസിൽ പാർട്ട്ലി പെയ്ഡപ്പ് ഷെയർസുമായി ബന്ധപ്പെട്ട ജേണൽ എൻട്രീസ് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ പാർട്ട്ലി പെയ്ഡപ്പ് ഷെയർസിൻ്റെ റിഡംഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, ഒന്ന് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. പിന്നീട് പ്രിഫറൻസ് ഷെയർസിൽ പഠിക്കേണ്ടത് റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ് ആണ്. പ്രോഫിറ്റ് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് പ്രിഫറൻസ് ഷെയർസ് റിഡീം ചെയ്യുന്നത്, അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ദെൻ പിന്നീട് പറയുന്നത് ബോണസ് ഷെയർസിലാണ്. ബോണസ് ഷെയർസ് അറ്റ് പ്രീമിയം ജേണൽ എൻട്രി ആണ്. ബോണസ് ഷെയർസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ബോണസ് ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രീമിയത്തിലാണ് ബോണസ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ജേണൽ എൻട്രി കൃത്യമായിട്ടൊന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഇത്രയും ജേണൽ എൻട്രീസ് ആണ് നമ്മൾ ഓർത്ത് വെക്കേണ്ടത്. മറ്റുള്ള ടോപ്പിക്സ് പഠിക്കേണ്ട എന്നല്ല, പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് 6 മാർക്കിന് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ട ടോപ്പിക്സാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇത്രയും ജേണൽ എൻട്രീസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ദെൻ 8ാമത്തേതിലേക്ക് പോവാണ്, റൈറ്റ് ഇഷ്യൂ ആണ്. റൈറ്റ് ഇഷ്യൂ എന്ന് പറയുന്ന ചാപ്റ്ററിൽ വാല്യൂ ഓഫ് റൈറ്റ് കാണാനുള്ള ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ഇത് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചേക്കാം. കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ, കുറച്ചും കൂടെ നല്ലൊരു ടഫായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ അത് 6 മാർക്കിലേക്ക് വരും. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യനോ ആയിട്ട് നമുക്ക് റൈറ്റ് ഇഷ്യൂ എന്ന് പറയുന്ന ചാപ്റ്ററിൽ വാല്യൂ ഓഫ് റൈറ്റ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായേക്കാം. ദെൻ പിന്നീട് അടുത്തൊരു ചാപ്റ്ററാണ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിർബന്ധമായിട്ടും നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ആ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ നമുക്ക് 10 മാർക്കിൻ്റെ എസ്സേ ക്വസ്റ്റ്യനായിട്ട് എക്സ്പെക്റ്റ് ചെയ്യാം. പക്ഷേ അതിൽ ചെറിയ ചെറിയ പാർട്ടുകളുണ്ട്. ആ പാർട്ടുകൾ ചിലപ്പോഴൊക്കെ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിട്ട് പ്രോബ്ലം ചോദിച്ചേക്കാം. അതിൽ കാൽക്കുലേഷൻ ഓഫ് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ആണ്. പ്രീ അക്വിസിഷൻ പ്രോഫിറ്റുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ 6 മാർക്കിന് ചോദിക്കാം. അല്ലെങ്കിൽ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ്, ഒന്നുകിൽ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് 6 മാർക്കിന് ചോദിക്കാം. ദെൻ പിന്നീട് അതേ ചാപ്റ്ററിൽ വരുന്നതാണ് കാൽക്കുലേഷൻ ഓഫ് NCI, നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു ഏരിയ. നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നീട് അതേ ചാപ്റ്ററിൽ തന്നെ നമ്മൾ നെക്സ്റ്റ് പഠിച്ചൊരു ടോപ്പിക്കാണ് കാൽക്കുലേഷൻ ഓഫ് കോസ്റ്റ് ഓഫ് കൺട്രോൾ അല്ലെങ്കിൽ ഗുഡ്വിൽ എന്ന് പറയുന്നത്. ഗുഡ്വില്ലിൻ്റെ ക്വസ്റ്റ്യനും 6 മാർക്കിന് ചോദിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. പിന്നീട് അങ്ങനെ ഗുഡ്വിൽ ചോദിക്കുന്നില്ല എങ്കിൽ ചിലപ്പോൾ കാൽക്കുലേഷൻ ഓഫ് നെഗറ്റീവ് ഗുഡ്വിൽ ആവാം, ബാർഗെയിൻ പർച്ചേസ് ആവാം, ഏതെങ്കിലും ഒന്നുകിൽ ഗുഡ്വിൽ ആവാം അല്ലെങ്കിൽ നെഗറ്റീവ് ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടായേക്കാം. അടുത്തൊരു ചാപ്റ്റർ വരുന്നത് അക്കൗണ്ട്സ് ഓഫ് ബാങ്കിങ് കമ്പനീസ് ആണ്. ആ ഒരു ചാപ്റ്ററിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള, മെയിനായിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ്, കമ്പ്യൂട്ടേഷൻ ഓഫ് റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ്. റിബേറ്റുമായിട്ട് ബന്ധപ്പെടുന്ന 2-3 രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത്തരം ക്വസ്റ്റ്യൻസൊക്കെ കൃത്യമായിട്ടൊന്ന് ചെയ്തു നോക്കുക. കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ് 6 മാർക്കിന് ആ ഒരു ചാപ്റ്ററിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാനുള്ള ഒരു ഏരിയ തന്നെയാണ് റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ്. പിന്നീട് അതേ ചാപ്റ്ററിൽ നിന്നും കമ്പ്യൂട്ടേഷൻ ഓഫ് പ്രൊവിഷൻസ് ഉണ്ട്.
നമ്മൾ അസറ്റുകൾ പഠിച്ചിട്ടുണ്ട്. അസറ്റുമായിട്ട് ബാങ്കിങ്ങിൻ്റെ അസറ്റുകൾ പഠിച്ചിട്ടുണ്ട്. ആ അസറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രൊവിഷൻസ് പറയുന്നുണ്ട്. ആ പ്രൊവിഷൻസ് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ഓരോ പ്രൊവിഷൻസും സ്റ്റാൻഡേർഡ് അസറ്റ് എത്രയാണ്, സബ് സ്റ്റാൻഡേർഡ് അസറ്റ്, അതേപോലെ ഡൗട്ട്ഫുൾ അസറ്റ് ഏതൊക്കെയാണ്, ലോസ് അസറ്റ് ഏതൊക്കെയാണ്, അതുമായിട്ട് ബന്ധപ്പെടുന്ന പ്രൊവിഷൻസിൻ്റെ ആ ഒരു പെർസെൻറ്റേജ് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ആ പ്രൊവിഷൻസുമായിട്ട് ബന്ധപ്പെടുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ദെൻ പിന്നീട് പറയുന്നത് കാൽക്കുലേഷൻ ഓഫ് ഡിസ്കൗണ്ട് എമൗണ്ട് ക്രെഡിറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യേണ്ട ഡിസ്കൗണ്ടിൻ്റെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കാം. ചിലപ്പോഴൊക്കെ എന്ത് ചെയ്തേക്കാം, ഇത്തരം ക്വസ്റ്റ്യൻസും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുണ്ട്. ദെൻ പിന്നീട് ഏറ്റവും അവസാനത്തെ ചാപ്റ്റർ ആയിട്ടുള്ള അക്കൗണ്ട്സ് ഓഫ് ലൈഫ് ഇൻഷുറൻസ് ബിസിനസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട 2 ടോപ്പിക്കുകളാണ് കാൽക്കുലേഷൻ ഓഫ് ലൈഫ് ഫണ്ട്, അതേപോലെ തന്നെ പ്രിപ്പറേഷൻ ഓഫ് വാല്യുവേഷൻ ബാലൻസ് ഷീറ്റ്. ഈ 2 ക്വസ്റ്റ്യൻസുമാണ് പ്രോബ്ലം പാർട്ട് എന്നുള്ള രീതിയിൽ ആ ഒരു ചാപ്റ്ററിൽ വരാൻ ചാൻസ് ഉള്ളത്. ചിലപ്പോഴൊക്കെ പ്രീമിയമായിട്ട് ബന്ധപ്പെട്ടുള്ള കാൽക്കുലേഷൻസോ അല്ലെങ്കിൽ ക്ലെയിമുമായിട്ട് ബന്ധപ്പെട്ട കാൽക്കുലേഷൻസൊക്കെ 6 മാർക്കിന് ചോദിക്കാറുണ്ട്. അത്തരം ക്വസ്റ്റ്യൻസ് കൂടെ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കണം. എന്തായാലും നമ്മൾ പഠിച്ചു പോകേണ്ട ടോപ്പിക്കാണ് കാൽക്കുലേഷൻ ഓഫ് ലൈഫ് ഫണ്ടും അതേപോലെ പ്രിപ്പറേഷൻ ഓഫ് വാല്യുവേഷൻ ബാലൻസ് ഷീറ്റും. ഇൻ കേസ് വാല്യുവേഷൻ ബാലൻസ് ഷീറ്റ് നമുക്ക് 10 മാർക്കിൻ്റെ എസ്സേ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു ലൈഫ് ഫണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കറക്റ്റ് ലൈഫ് ഫണ്ട് കാൽക്കുലേറ്റ് ചെയ്തതുകൊണ്ട് എങ്ങനെയാണ് വാല്യുവേഷൻ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക, എങ്ങനെയാണ് ആ സർപ്ലസ് നെറ്റ് സർപ്ലസ് പോളിസി ഹോൾഡേഴ്സിനും ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, ആ ഒരു രീതിയിലുള്ള വലിയൊരു ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ 10 മാർക്കിൻ്റെ എസ്സേ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിച്ചേക്കാം. അങ്ങനെയാണെങ്കിൽ ആ ലൈഫ് ഫണ്ട് കാണുന്നത് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. ഇൻ കേസ് അത് 6 മാർക്കിന് വന്നു കഴിഞ്ഞാലും 10 മാർക്കിന് വന്നു കഴിഞ്ഞാലും നമുക്കത് എഴുതാൻ വേണ്ടി പറ്റണം. നമ്മുടെ ലൈഫ് ഫണ്ട് കറക്റ്റ് ലൈഫ് ഫണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നതിലൂടെ അത് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം വാല്യുവേഷൻ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ പറയുന്ന ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ 10 മാർക്കിന് ചോദിച്ചേക്കാം. അപ്പോൾ ഇത്തരം ടോപ്പിക്കുകളാണ് നിങ്ങൾ നിർബന്ധമായിട്ടും 6 മാർക്കിന് വേണ്ടി പഠിച്ചു വെക്കേണ്ടത്. ജേണൽ എൻട്രീസിൻ്റെ കാര്യത്തിൽ നമുക്ക് കൃത്യമായിട്ട് അങ്ങനെ ഇത് തന്നെ വരുമെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. ഒരുപാട് ജേണൽ എൻട്രീസ് നമ്മൾ പഠിക്കുന്നതാണ്. പക്ഷേ റൈറ്റ് ഇഷ്യൂ എന്ന കേസിൽ വാല്യൂ ഓഫ് റൈറ്റ് ആയിക്കോട്ടെ, അതേപോലെ തന്നെ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ്, പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ്, കാൽക്കുലേഷൻ ഓഫ് NCI, കാൽക്കുലേഷൻ ഓഫ് കോസ്റ്റ് ഓഫ് കൺട്രോൾ അല്ലെങ്കിൽ നെഗറ്റീവ് ഗുഡ് വില്, ദെൻ റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ, കാൽക്കുലേഷൻ ഓഫ് പ്രൊവിഷൻ, ദെൻ കാൽക്കുലേഷൻ ഓഫ് ലൈഫ് ഫണ്ട്, വാല്യുവേഷൻ ബാലൻസ് ഷീറ്റ്, ഇതേപോലുള്ള ക്വസ്റ്റ്യൻസിൽ എന്തായാലും നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻസിൽ ഒരു 4-5 ക്വസ്റ്റ്യൻസ് എങ്കിലും 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ബാക്കിയുള്ളത് ചിലപ്പോൾ 6 മാർക്കിന് തിയറി ക്വസ്റ്റ്യൻസ് ആയിരിക്കാം. അതേപോലെ തന്നെ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് ഇപ്പോൾ വാല്യൂ ഓഫ് റൈറ്റ് വേണമെങ്കിൽ എന്ത് ചെയ്യാം, 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാം. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. എസ്സേക്ക് വേണ്ടി നമ്മൾ പ്രൊഡിക്റ്റ് ചെയ്യുന്നത് എന്ന് പറയുന്നത് ഒന്നുകിൽ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് ഉണ്ടായേക്കാം, രണ്ടാമത്തതായിട്ട് വാല്യുവേഷൻ ബാലൻസ് ഷീറ്റ് ഡയറക്റ്റ് ആയിട്ടൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കണമെന്നില്ല. ലൈഫ് ഫണ്ട് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് കറക്റ്റ് ലൈഫ് ഫണ്ടൊക്കെ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് വാല്യുവേഷൻ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കാം ചിലപ്പോഴുണ്ടാവുക. ചിലപ്പോൾ ഒന്നാമത്തെ ചാപ്റ്റർ ഇഷ്യൂ ഓഫ് ഷെയർസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും വലിയൊരു ക്വസ്റ്റ്യൻ ജേണൽ എൻട്രി എഴുതാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തേക്കാം, എസ്സേക്ക് വേണ്ടി ചോദിച്ചേക്കാം. പിന്നീട് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റാണ് ചോദിക്കുന്നതെങ്കിൽ സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കാം 10 മാർക്കിൻ്റെ എസ്സേ ആയിട്ട് ചോദിക്കുക. ഇത്തരം ക്വസ്റ്റ്യൻസ് കൂടെ പഠിച്ചു വെക്കുക. കൃത്യമായിട്ട് തിയറി പോർഷൻസ് പഠിച്ചു വെക്കുക. 3 മാർക്കിനും 6 മാർക്കിനും വേണ്ടിയിട്ടുള്ള തിയറി പോർഷൻസ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു മാർക്ക് നമുക്ക് സ്കോർ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, താങ്ക് യു.